എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം ചില്ലി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞു വെക്കുവാണ് കേട്ടോ. ചതുരത്തിൽ അരിഞ്ഞു വെക്കുന്നു. ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളി, സവോള, ഇതെല്ലാം ഇങ്ങനെ ചതുരത്തിൽ അരിഞ്ഞു മാറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള അരി തിളപ്പിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒരു 7.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം വെള്ളത്തിലേക്ക് ഉപ്പിട്ടു, നെയ്യൊഴിച്ചു, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ട് അരിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ച് എടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചില്ലി ചിക്കൻ ആവശ്യമായ ചിക്കനിലേക്ക് കുറച്ച് മസാല ചേർക്കുവാണ്. 2 സ്പൂൺ കാശ്മീരി ചില്ലി, ചിക്കൻ കറി പൗഡർ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റാക്കിയത്, കുരുമുളക് പൊടി, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെക്കുവാണ്. കുറച്ച് നേരം ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കും, അതിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി കട്ടിയിലങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ഇച്ചിരി കട്ടി കുറച്ച് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചില്ലി ചിക്കന് വേണ്ടി ആയതുകൊണ്ടാണ്. അങ്ങനെ അതെല്ലാം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിനി നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്ത് എണ്ണ വേണേലും ഒഴിക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത്. പിന്നെ വെളുത്തുള്ളി നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. പിന്നെ അടുത്തതായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരണം. അന്നേരത്തേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഇടണം, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. എന്നിട്ട് നമ്മുടെ റൈസ് ഇട്ടൊന്ന് ഇളക്കി നമ്മളതൊന്ന് ശരിയാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് റെഡിയായി. അടുത്തത് നമ്മൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ സവോള, തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മളിത് കാശ്മീരി ചില്ലി അരച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനെ മുഴുവൻ ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ 2 സ്പൂൺ എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിനകത്തേക്ക് നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഗ്രേവി ആയിട്ട് വെക്കുന്നില്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി ചിക്കനും നമ്മുടെ ചോറും റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു ഷെഫ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇവിടെ എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് അത് ശരിയായി. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ഫ്രണ്ട്സ്.